ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ച. അപ്പോൾ ഇന്നിപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ 10 മണി തൊട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ പതിവുപടി ഇതേ പള്ളിയിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയി തിരിച്ചതേ വന്നു. കെസ് ബേബിയുടെ അടുത്ത് പോയി. ഭയങ്കര ചൂട് കേട്ടോ. ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര തളർച്ചയായിരുന്നു. അങ്ങനെ വന്ന വഴിക്ക് കണ്ടു മണി 9:15 ആയിട്ടുണ്ട്, 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വരുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ബ്രെഡും മുട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ഇന്ന് അത് മതിയെന്ന് ഞാനും ഡിവൈനൊക്കെ കൂടെ തീരുമാനിച്ചു. കാരണം പള്ളിയിൽ പോയിട്ട് വരുന്ന ലേറ്റായി എല്ലാം കൂടി ആകുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ചായ വെച്ചു. പിന്നെ ഞാൻ ഒരു വെറൈറ്റിക്ക് മസാല ടീയാണ് കേട്ടോ വെച്ചത്. വേറെ ഒന്നുമില്ല, എല്ലാത്തിനും ഒരു കുഞ്ഞ് ഏലക്ക, ഒരു കുഞ്ഞ് പട്ട, ഒരു കൊച്ചു കരയാമ്പൂൻ്റെ കഷ്ണം, അത് കഴിഞ്ഞ് ഒരു പീസ് ഇഞ്ചി കൂടി നല്ലോണം വെട്ടി തിളപ്പിച്ചിട്ട് ആ തിളയ്ക്കണേൽ കുറച്ച് ചായപ്പൊടി ഇട്ട് നന്നായി വെട്ടി തിളയ്ക്കുക. അതാണ് അതിൻ്റെ സംഭവം. 2 ഗ്ലാസ്സിന് 2 ഗ്ലാസ് പാൽ ഒഴിച്ച് നല്ല ടേസ്റ്റുള്ള മസാല ചായ ആയിരുന്നു കേട്ടോ. എന്നാൽ മസാലയുടെ കുത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതും ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുമില്ല, ഇതും കുട്ടികൾ ചോദിക്കാറുണ്ട് എന്താണ് എങ്ങനെയാണെന്ന്, അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ബ്രെഡ് വെറുതെ ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇന്ന് ബട്ടർ തേച്ചില്ല കേട്ടോ. അതിൽ വെറുതെ സോസ് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ചീസ് സ്ലൈസ് വെച്ച് അടുത്തൊരു പീസ് കൊണ്ട് മൂടിയിട്ട് പിന്നെ മുട്ട മറ്റേ സവാളയൊക്കെ ഇട്ടിട്ടുള്ള മുട്ട ഒഴിക്കുക ഇട്ട് റാപ്പ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഇന്ന് ചെയ്തത്. അപ്പോൾ ചീസിൻ്റെ മുകളിലൊരു ചീസ് ബിസ്ക്കറ്റും കൂടി വെച്ചു കേട്ടോ. സ്ലൈസിൻ്റെ മുകളിലൊരു ബിസ്ക്കറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്നലെ നിങ്ങൾക്കറിയാലോ കറികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയിലത്തെ പരിപാടി ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ കിടപ്പായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ചൂട്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂട്. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കാനായിട്ട് സ്വസ്ഥതയില്ല. കാരണം ഈ കോൺക്രീറ്റ് ചൂടാവുമല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലാണ്ട് കുറേ ബെഞ്ചിൻ്റെ മുകളിൽ കയറി കിടക്കും, പിന്നെ അടിയിൽ കിടക്കും. അപ്പോൾ ഡാഡി ഇന്ന് ഈ പറഞ്ഞ നനച്ചിട്ടുണ്ടായിരുന്നു. നനച്ചപ്പോൾ ആ നനവിൽ കിടക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിൽ വെളിയും പറമ്പല്ലേ. അപ്പോൾ അവിടെ നിന്നുള്ള ചൂട് ഇങ്ങോട്ട് എടുത്തിട്ട് ഷീറ്റിൻ്റെ ചൂടും കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചൂടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളാണ്, ചൂടിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അസുഖങ്ങളും കാര്യങ്ങളും. കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാൻ അറിയാത്ത തന്നെ അവർ ഉറക്കെ കരയും. അങ്ങനെ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇതേ ചോറ് വയ്ക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ച് നോക്കിയപ്പോൾ ഗ്യാസ് കഴിഞ്ഞതല്ല. ഇന്നലെ എന്തോ എനിക്ക് തോന്നുന്നു ഏതോ അടുപ്പിൽ എന്തോ ബ്ലോക്കായതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ സിലിണ്ടർ ഇപ്പോൾ തൽക്കാലം അവിടെ ഇരിക്കട്ടെ, എന്തായാലും മാറ്റാറായിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവിടെ വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോഴാണ് ക്രിംബ്രിയുടെ യോഗട്ട് കേട്ടോ, മറ്റേ ഫ്ലേവേർഡ് യോഗട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും വാങ്ങിക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. തോമൂന് ഭയങ്കര ഇഷ്ടമാണ്. പാച്ചു ഓച്ചും തൊടില്ല, ഞങ്ങൾ ബാക്കി എല്ലാവരും കഴിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പ്രാന്തമുള്ളതാണ് ഇതിൻ്റെ ഒഴിഞ്ഞ നല്ല ബലമുള്ള കപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കും കഴുകിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാനോ എടുക്കാനൊക്കെ മുമ്പെങ്ങനെ വെച്ചാൽ ആക്കിയൊക്കെയാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഞാൻ കൊടുക്കുക, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കും. ഇതിപ്പോൾ കാണുമ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ, വെറുതെ പൊട്ടിച്ച് കളയാനായിട്ട് തോന്നാറ്. നല്ല ബലമുള്ള കപ്പാണ് കേട്ടോ ക്രിംബറിയുടെ. അപ്പോൾ അങ്ങനെ വേനൽക്കാലത്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ബെസ്റ്റാണ്. അങ്ങനെ ഉച്ചയ്ക്ക് സുഖമായിട്ട് എല്ലാവരും ഉറങ്ങി എണീറ്റതിന് ശേഷം ഡിവൈനും ഡോണും തോമൂനും കൊണ്ട് റിലയൻസിലേക്ക് പോയി. ഞാനും അപ്പോൾ ചാക്കോച്ചനും ഡാഡിയും കൂടിയിട്ട് വീട്ടിലിരുന്നു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ ചാക്കോച്ചന് AC ഇല്ലാണ്ട് പറ്റില്ല. അവന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് വയർക്കുന്നു. അപ്പോൾ എൻ്റെ റൂമിൽ AC ഇട്ടിട്ട് അവനവിടെ കിടത്തിയിട്ട് തുണികൾ മുഴുവൻ മടക്കാനുള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടു. വാഷ് ചെയ്തതും പിന്നെ അയൺ ചെയ്യാനുള്ളതൊക്കെ കൊണ്ടിട്ടു. പക്ഷേ ഇവിടെ പൊടിയില്ല. ഇനിയിപ്പോൾ കുട്ടീനെ ഇതിൻ്റെ ഇടയിൽ കിടത്തുമ്പോൾ പെട്ടെന്ന് എന്താവുമെന്ന് വിചാരിക്കേണ്ട, തുണികൾ മടക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അലമാരിന്ന് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇതിൻ്റെ വരണയിൽ മുമ്പായിട്ട് എനിക്ക് കംപ്ലീറ്റ് അലമാരി ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ ഓരോ മറ്റേ സാരി ബാഗിലാക്കി ഒതുക്കി വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ എൻ്റെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് അടുത്തുണ്ടായാലാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇതുണ്ട് നമ്മുടെ ചുമരളമാരിയിൽ ഓൾറെഡി ഇത് ഒട്ടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായി, അതിൻ്റെ എലുമ്പിൽ കൂടിയാണ് കംപ്ലീറ്റ് ചതൽ വരുന്നത്. അങ്ങനെ അത് ശരിക്കും എൻ്റെ നൈറ്റി വെക്കുന്ന കള്ളിയായിരുന്നു. നൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളെല്ലാ ദിവസവും മാറി യൂസ് ചെയ്യണത്. എന്നിട്ട് പോലും അടിയിലത്തെ ആ ഒരെണ്ണത്തുമ്മേ പിടിച്ചു. അത് നൈറ്റിയുമല്ല. അപ്പം ഞാൻ ശരിക്കും
സാധാരണ ചെയ്യാറുള്ളത് എല്ലാ തുണിയുടെ അടിയിൽ ഉപയോഗിക്കാത്ത, അതായത് നാശമായ ഇപ്പോൾ ഇതിലിപ്പോൾ നോക്കിയാൽ അറിയാം, ആ അടിയിലുള്ള നീല നൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നതല്ല. പക്ഷെ അത് അടിയിൽ വയ്ക്കുക. അപ്പോൾ എന്തെങ്കിലും കേടായാൽ തന്നെ ആദ്യം അതുമേലെ കയറി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അത്ര നോക്കിയിട്ട് പോലും ചെതൽ കയറിയിട്ടോ. അങ്ങനെ ശരിക്കും 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നുണ്ട് ഡിവൈനും 8:30 കഴിഞ്ഞപ്പോഴേക്ക് എത്തി, ഡോണൊക്കെ എത്തി. അപ്പോൾ അവർ വരുമ്പോൾ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നിട്ട് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. അത് കഴിഞ്ഞ് ഈ കംപ്ലീറ്റ് സാധനങ്ങൾ ഒതുക്കലായിരുന്നു. അപ്പോൾ ഡോണാണ് സാധാരണ ബിസ്ക്കറ്റ് പൊട്ടിച്ചിടാറ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന്. കാരണം ഞാൻ ഈ ഫുൾ ടൈം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഉച്ചയ്ക്ക് പ്രഷർ നോക്കിയപ്പോൾ ഒരു ഇത്തിരി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ മെഡിസിൻ കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ്റെ പുതിയ ടീച്ചറാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പൊട്ടിച്ചിട്ടോളാം. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് നേരത്തോടെ കഴിച്ചു. രാത്രിയിലത്തെ ഭക്ഷണം വേഗം കഴിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ പൊക്കോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെയൊക്കെ കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് സമാധാനത്തിൽ ചെയ്യുകയും ചെയ്യാം, ആ ഒരു ക്ഷീണമുള്ളത് മാറുകയും ചെയ്യും. എല്ലാവരും ക്ഷീണം വരുമ്പോൾ എടുക്കുകയും ചെയ്യുക. എനിക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, വയ്യാൻ തോന്നും. തിരിച്ച് എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് നടന്നു കഴിഞ്ഞാൽ ഞാൻ മറക്കും എന്തായിരുന്നു അസുഖം എന്നുള്ളത്, ഞാൻ മറക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചുട്ടൻ ഗുഡ് നൈറ്റ് പറയാനായിട്ട് മറ്റേ ഇതയച്ചതാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഗുഡ് നൈറ്റും കിട്ടി. അങ്ങനെ എല്ലാവരും ഗുഡ് നൈറ്റായി. ഞാൻ പതുക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒതുക്കാനായിട്ട് നിന്നു. അപ്പോൾ ഓച്ചുവിനോടും കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നൈറ്റിയുടെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെതൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പുറത്തവിടെ വിരിച്ചിടാം. അപ്പോൾ അങ്ങനെ വരുന്ന തുണികൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്തൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വിരിച്ചിടും. അപ്പോൾ ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ്രവിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ തുടങ്ങി ഇങ്ങനെ കയറി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ കയറ്റിയതിന് ശേഷം ഞാൻ ആ തുണികൾ വിരിച്ചിട്ടു. അപ്പോൾ ഇനി നാളെ അതൊന്ന് നനച്ച് ഇട്ടിട്ട് ദ്രവിക്കുകയാണെങ്കിൽ നമ്മൾ അത് കളയാം. അല്ലാത്ത പക്ഷം ഞാനത് വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് ഇവർക്ക് വണ്ടി തുടയ്ക്കാനൊക്കെ ആയിട്ട് കണക്കാക്കി ഞാൻ അവിടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ പുറത്ത്, ആ സ്റ്റാൻഡിലേക്ക് വെക്കുകയും ചെയ്യുക. അതാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് തുടയ്ക്കുന്ന തുണി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നേരെ അവിടെ പോവുക, അത് ഈ സ്റ്റാൻഡ്, ഇതിന് തുണികൾ എടുക്കുക, തുടയ്ക്കുക. അപ്പോൾ അവിടെ തന്നെ പേപ്പറും ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇവർ എന്തെങ്കിലും അപ്പിയുടെ എന്തെങ്കിലും ചെയ്താൽ കോരാനായിട്ടുള്ള പേപ്പർ അതിൻ്റെ മുകളിലൊരു മരക്കഷ്ണം വയ്ക്കും, പറന്ന് പോകാണ്ടിരിക്കാൻ. അതായത് ആർക്കും എവിടെയും എന്തും വന്ന് അപ്പം എടുത്ത് ചെയ്യാവുന്ന സൗകര്യം ഞാൻ എല്ലാം എടുത്ത് ആക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ആ തുണി അവിടെ ഇട്ടു. ഞാൻ അങ്ങോട്ട് അകത്തേക്ക് കയറി. അപ്പോൾ പിള്ളേരെ 3 ആളെയും കൂട്ടിലാക്കി അടച്ചപ്പോൾ അവർക്കുള്ള ഇറച്ചിയൊക്കെ ഞാൻ നേരത്തോടെ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഡാഡി കേട്ടോ. കാരണം ഇന്ന് നേരത്തോടെ പോയിട്ട് വാങ്ങിയിട്ട് വന്നു, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ 8 ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനി അടുത്ത ആഴ്ച തൊട്ട് ഇറച്ചി ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. ഇത് നമ്മുടെ മഫിൻസ് കണ്ടില്ലേ, അതിൻ്റെ മറ്റേ പാത്രമാണ് കേട്ടോ, അതിൻ്റെ ഇതാണ്. അപ്പം ഞാനതിൽ വെള്ളം ഒഴിച്ച് നോക്കിയതാണ്. അത് ചോരില്ല, കട്ടയെങ്കിൽ നാളെ അതിൽ കുട്ടികൾക്ക് കസ്റ്റേർഡിലോ എന്തെങ്കിലും ഉണ്ടാക്കി അതിൽ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പാത്രം. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പ്രാന്തുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ എന്നെ വഴക്ക് പറയും, ഇങ്ങനത്തെ ഒന്നും മമ്മി കളയാണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് വെക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം കട്ടയായതിന് ശേഷം ബട്ടർ ബോക്സിലേക്ക് മാറ്റിയാൽ ഒരു തുണ്ട് ബട്ടർ പോലും വേസ്റ്റ് ആവില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ വടിച്ചെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു പൊട്ട് പോലും ആ പേപ്പറിൽ ഉണ്ടാവില്ല. ബട്ടർ പേപ്പറിൽ നിന്ന് മൊത്തം ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെ ഞാൻ റവ മൈദ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അരിപ്പൊടി എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഞാൻ അതാത് പാത്രങ്ങളിലാക്കി അതൊക്കെ മൂടി വെച്ചു. അത് കഴിഞ്ഞ് നൂഡിൽസ്, മറ്റേ മാക്രോണി, സൂപ്പ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റേതായ പാത്രത്തിൽ ഇപ്പുറത്തിട്ടു. അങ്ങനെ പിന്നെ ബിസ്ക്കറ്റുകൾ കുറേ നിങ്ങൾ കണ്ടല്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടുത്തെ വീക്ക്നെസ്സാണ് ബിസ്ക്കറ്റ്. രാവിലെ എണീറ്റ കാപ്പിയുടെ കൂടെ റസ്ക്, ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ 2 കൂട്ടം. ഡോണാണ് ഏറ്റവും നിർബന്ധം കേട്ടോ. ഡാഡി പിന്നെ ഇപ്പോൾ ഷുഗർ വന്നതിന് ശേഷം അത് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് നിങ്ങൾ കാണും ഞാൻ ഈ ബോക്സുകളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു പണി ഉണ്ടാവില്ല. നേരെ എടുത്ത് അതാത് ബോക്സുകളിലേക്ക് എടുത്ത് വെക്കുക, ഓരോന്ന് ടിന്നിലേക്ക് പൊട്ടിച്ചിടുക. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതങ്ങോട്ട് കഴിയും. അങ്ങനെയാണ്. അപ്പോൾ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും. നിങ്ങളായാലും എല്ലാം കൂടി ഒരു ടിന്നിലിട്ട് പൂട്ടാണ്ട് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു കാൺവെട്ടത്ത് തന്നെ ഉണ്ടല്ലോ, നമുക്കെടുത്ത് പൊട്ടിച്ചിടാമല്ലോ. അങ്ങനെ അവിടുത്തെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബെഡ്റൂമിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ AC ഇട്ട് വെച്ചിട്ടാണ് പുറത്തേക്ക് പോയത്. ഞാൻ വാതിൽ തുറന്നിടും. അപ്പോൾ ഹോളിലേക്കുള്ള വല്ലാണ്ടുള്ള ചൂട് അങ്ങോട്ട് മാറും കേട്ടോ.
അങ്ങനെ ഞാൻ ഒതുക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പീസ് തുണി കിട്ടിയത്. ഇത് എന്തുട്ടാ വെച്ചാൽ നിങ്ങൾ ഓച്ചുവിൻ്റെ ചെറുപ്പം കണ്ടവർക്കൊക്കെ മനസ്സിലായി. ചെറുപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നുണ്ട്. ആ സമയത്തൊക്കെ ഫുൾ കട്ടിൻ്റെ ഫ്രോക്കാണ് കേട്ടോ ഓച്ചുവിന് ഡിമ്പിളിന് തയ്ക്കുക. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡി ഫുൾ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ക്കുക. അപ്പോൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കി പീസ് എടുത്ത് അന്ന് തൊട്ടേ കവറിങ് ഷൂ മാത്രമാണ് പിന്നെ യൂസ് ചെയ്യുക. അപ്പോൾ കവറിങ് ഷൂമ ഡാഡി അത് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ താരോത്സവം കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്തിട്ടാണ് ഷൂവ് ഇങ്ങനെയുള്ള പീസ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് കേട്ടോ. ഡാഡിക്ക് അതൊരു ഭയങ്കര ഒരു ക്രേസായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോണും അത് അങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ. രണ്ടുപേർക്കും ഡ്രസ്സിന് അതേ മാച്ചിന് നമ്മൾ ചെരുപ്പുകൾ, അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ചെരുപ്പുകൾ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അത്രയില്ല എങ്കിൽ പോലും ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ ഡ്രസ്സാണെങ്കിൽ മിക്കവാറും ബ്ലാക്ക് ഷൂ ഒക്കെയാണ് വിടുക. അങ്ങനെ ഇന്നത്തെ ദിവസം പെട്ടെന്ന് കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്താണെന്ന് വെച്ചാൽ അധിക ഭാഗം ഇന്ന് ഞാൻ കെടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോയി ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഈ ആഴ്ച വലിയ ആഴ്ചയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം.